ഇതാണ് കാനഡ. ഇനി കാനഡയിലോട്ടുള്ള പോക്കൊന്നും വേണ്ട. കാനഡ മൈഗ്രേഷൻ അവസാനിപ്പിക്കുന്നു എന്നുള്ള വാർത്തകളൊക്കെ വരുന്നത് അവസാനിപ്പിക്കുകയല്ല. കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പിട്ട് ഇപ്പം പുതിയ റിപ്പോർട്ട് അനുസരിച്ച് 100 പേര് അയച്ചു കഴിഞ്ഞാൽ അതിനകത്ത് 80% വിസകൾ ക്യാൻസൽ ചെയ്തുകൊണ്ടാണ് കാനഡ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് കാനഡയിലെ മാത്രം പ്രശ്നമല്ല, പല വിദേശ രാജ്യങ്ങളും ഇപ്പോൾ ഇന്ത്യക്കാർക്ക് അങ്ങോട്ടുള്ള പ്രവേശനങ്ങൾ നിഷേധിക്കുന്നൊരവസ്ഥയാണുള്ളത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. കേരളത്തിൽ നിന്ന് അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യയിൽ നിന്നും അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്നും ഒരുപാട് പേര് വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നുണ്ട്. നമുക്ക് തന്നെ ഇപ്പം ഗൾഫ് രാജ്യങ്ങളിലൊക്കെ കേരളത്തിൽ നിന്ന് ഒരു കാലത്ത് വലിയ ഒഴുക്കായിരുന്നു. പക്ഷേ അവിടെ ചെന്നിട്ട് ഇവിടുത്തെ മലയാളികൾ അല്ലെങ്കിൽ ഇവിടുത്തെ സൗത്ത് ഇന്ത്യക്കാർ അല്ലെങ്കിൽ ഇന്ത്യക്കാർ ചെയ്യുന്ന പണിയുടെ പരിണത ഫലമല്ല ഇപ്പോൾ അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും നമ്മൾ ഈ അടുത്തൊക്കെ വാർത്തകൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു കാര്യമുണ്ട്. ഇന്ത്യയിൽ നിന്നും, പ്രത്യേകിച്ച് കേരളത്തിൽ നിന്ന് മാത്രമല്ല, ഇന്ത്യയിലെ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിൽ നിന്നും പുറത്തു പോകുന്ന ആളുകൾ അവരുടെ സംസ്കാരങ്ങൾ, അതായത് ഇന്ത്യയിലെ സംസ്കാരങ്ങളെല്ലാം തന്നെ അവിടെ അടിച്ചേൽപ്പിക്കുന്ന ഒരു രീതി നമ്മൾ കണ്ടിട്ടുണ്ട്. കാനഡ അല്ലെങ്കിൽ ഒട്ടുമിക്ക വിദേശ രാജ്യങ്ങളും സമാധാന അന്തരീക്ഷത്തോടുകൂടി പോകുന്ന രാജ്യങ്ങളാണ്. അവിടെ ചെന്ന് അവരുടെ സമാധാനത്തിന് അല്ലെങ്കിൽ അവരുടെ ക്രമസമാധാനത്തിന് ഭംഗം വരുത്തുന്ന രീതിയിൽ നീക്കങ്ങളൊക്കെ നടത്തുന്നത് നമ്മൾ സോഷ്യൽ മീഡിയയിലെ പല പോസ്റ്റുകളിലൂടെയും കാണുന്നുണ്ടെന്നുള്ളതാണ്. പക്ഷേ കാനഡയെ സംബന്ധിച്ച് നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാൾ വലിയൊരു ഇടിവാണ് ഇവിടെ നിന്ന് അപേക്ഷകൾ അങ്ങോട്ട് അയക്കുന്ന രീതിയിലുള്ളത്. അതായത് ഇന്ത്യയിൽ നിന്നും അപേക്ഷകൾ അയക്കുന്നത് തന്നെ കുറഞ്ഞിട്ടുണ്ട് എന്നുള്ള സാഹചര്യത്തിലാണ് അവർ ഈ ഒരു റിജക്ഷന്റെ അളവും കൂട്ടിയിട്ടുള്ളത്. നമുക്കറിയാം 2023 ഓഗസ്റ്റിലെ കണക്കുകൾ പ്രകാരം 20,900 ആയിരുന്നു അപേക്ഷകളുടെ എണ്ണം ഇന്ത്യയിൽ നിന്നും കാനഡയിലേക്കുള്ളത്. പക്ഷെ അത് ഈ വർഷം ഓഗസ്റ്റ് 2025 ഓഗസ്റ്റ് ആയപ്പോൾ വെറും 4,500 ആയിട്ട് ചുരുങ്ങിയിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ ഈ പറയുന്ന കാനഡ എണ്ണം റിജക്ട് ചെയ്യുമ്പോൾ മറ്റുള്ള സംസ്ഥാനങ്ങളെ റിജക്ട് ചെയ്യുന്ന ശതമാന കണക്ക് വെച്ചാണെങ്കിൽ ഓക്കെ, ഈ പറഞ്ഞത് 74% എന്നുള്ളത് ശരിയാണെങ്കിൽ പോലും എണ്ണം വെച്ച് വളരെ ചുരുക്കം മാത്രമാണ് റിജക്ട് ചെയ്തിട്ടുള്ളത്. 4,500-ൽ 1000 പേര് റിജക്ട് ചെയ്യുകയും ബാക്കി 4,300-ഓളം പേരെ അവരെ അക്കോമഡേറ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ 4,500-ഓളം പേരെ അവിടെ അക്കോമഡേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. അതിനേക്കാളൊക്കെ ഉപരി ചേട്ടൻ തുടക്കത്തിൽ സൂചിപ്പിച്ചിരുന്നു, ഇന്ത്യയിൽ നിന്ന് ആളുകൾ പോകുന്ന സാഹചര്യത്തിൽ അവിടെ ചെല്ലുമ്പോൾ അവരുടെ പ്രവൃത്തികൾ, ആ ഒരു പ്രവൃത്തിയുടെ പരിണിത ഫലം തന്നെയാണ് ഇന്ന് ഈ ഒരു വിദേശ രാജ്യങ്ങളിൽ. അതിന്റെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു റീല് കണ്ടു. ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ സ്കൂളിൽ ചെയ്ത് പോകുമ്പോൾ കണ്ടാണ് തേങ്ങ ഉടയ്ക്കുന്നത്. റോഡിലാണ് തേങ്ങ ഉടയ്ക്കുന്നത്. നമ്മൾ വിചാരിച്ച് കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ ഏതെങ്കിലും റോഡിലേക്ക് ആയിരിക്കുന്നത്. പക്ഷേ കാനഡയിലെ റോഡിൽ തേങ്ങ ഉടയ്ക്കുന്ന മലയാളികളുടെ ദൃശ്യങ്ങളായിരുന്നു അതിനകത്തുള്ളത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇത്തരത്തിലുള്ള ദിനം പ്രതി ന്യൂസുകൾ. ഇപ്പം രാത്രി കാലങ്ങളിൽ ചെന്നിട്ട് എല്ലാവരും കൂടിയിരുന്ന് പാട്ട് പാടുക, ഡാൻസ് കളിക്കുക, ഇപ്പോൾ ഓണമൊക്കെ കളർ പൊടി എറിഞ്ഞ് റോഡിൽ ഇറങ്ങി ആഘോഷിക്കുക, അവിടെ മൊത്തം വാരി വലിച്ചിടുക. അപ്പം നമുക്കറിയാം, നമ്മൾ തിയേറ്ററിൽ പോയി കഴിഞ്ഞാൽ എങ്ങനെയാണ് കുറേ പേപ്പറുകൾ ഇങ്ങനെ കീറിയിട്ട് ഇങ്ങനെ വിടർത്തി എറിയും. അതേപോലെ കാനഡയിലെ തെരുവിലൊക്കെ പോയി ചെയ്യുന്ന ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കുക. അപ്പം അവരുടെ സിറ്റിസൺസിന് അവർക്ക് ജീവിക്കാൻ കഴിയാത്തൊരവസ്ഥയിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം മലയാളികളെ സംബന്ധിച്ചാണെങ്കിൽ പോലും ഒരു കൂട്ടം, എല്ലാവരെയും ഞാൻ പറയുന്നില്ല, ഒരു കൂട്ടം മലയാളികൾ ഇപ്പോഴും ഈ നാട്ടിലെ സ്വഭാവം എപ്പോഴും കാണിക്കും. നാട്ടിലിപ്പം ഉത്സവം നടന്നു കഴിഞ്ഞാലും മറ്റു പരിപാടി നടന്നാലും നമ്മൾ എങ്ങനെയാണോ ജീവിച്ചിരുന്നത് ആ ഒരു ശൈലി അവിടെ ചെന്ന് ഇംപ്ലിമെന്റ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ അവർ നോക്കിയിരിക്കത്തില്ല. അത് മാത്രമല്ല, ഒന്ന് ആലോചിച്ച് നോക്കൂ, വിദേശ രാജ്യങ്ങളിൽ നിന്നും കേരളം എന്നൊക്കെ പറഞ്ഞാൽ അത്രത്തോളം ടൂറിസ്റ്റ് കേന്ദ്രങ്ങളുള്ള ഒരു സംസ്ഥാനമാണ്. ആ ഒരു സംസ്ഥാനത്തേക്ക് വരുന്ന സാഹചര്യത്തിൽ അവർ വളരെ മോശമായ രീതിയിൽ അവഗണിച്ചുകൊണ്ട് അല്ലെങ്കിൽ വളരെയധികം ക്രൂരമായി മർദ്ദിക്കുന്നതൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ നമ്മളെല്ലാവരും കണ്ടതായിരുന്നു. ഏറ്റവും ഒടുവിലായി മൂന്നാറിൽ ഇത്തരത്തിലുള്ള വിദേശികളോട് മോശമായി പെരുമാറുന്നതൊക്കെ വാർത്തകളിൽ നമ്മൾ കണ്ടിരുന്നു. അതിന് പിറകെ അല്ല, ഇതൊക്കെ അവിടെ സംഭവിക്കുന്നുണ്ടെന്നേ, അതൊന്നും പുറത്തേക്ക് വരില്ലെന്നേ ഉള്ളൂ. ആ വാർത്തകളൊന്നും പുറത്തേക്ക് വരില്ല. കാരണം വിദേശ രാജ്യത്ത് നിന്നിട്ട് അവരുടെ ഇഷ്ടത്തിന് നിൽക്കാതിരുന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അടിയൊക്കെ കിട്ടി നിൽക്കും. അങ്ങനെ ഒരുപാട് വാർത്തകൾ വരുന്നുണ്ട്. ഇപ്പം അങ്ങനെ ഉപദ്രവിക്കുന്ന ആളുകൾ അവിടെ ഒരുപാട് ആളുകളുണ്ട്. പക്ഷേ നമ്മൾ നോക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇപ്പം ഈ കേരളം മാത്രമല്ല, ഇന്ത്യയിൽ നിന്നും പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിൽ നിന്നൊക്കെ ആണെങ്കിൽ ഇപ്പം ഖാലിസ്ഥാൻ വാദമൊക്കെ മുഴുക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഇവർ കാനഡയിൽ ചെന്നിട്ട് എന്താണ് കാണിക്കുന്നത് നമ്മൾ കണ്ടതാണ്. അപ്പം ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിന്റെ സമയത്താണെങ്കിൽ പോലും ഈ ഖാലിസ്ഥാൻ വാദികൾ കാണിക്കുന്ന ഓരോരോ കോപ്രായങ്ങൾ കണ്ടു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇന്ത്യക്കാരെ അവരങ്ങോട്ട് വിളിക്കുന്നത്? അല്ലെങ്കിൽ നമുക്കറിയാം, ഇന്ത്യക്കാർക്കാണ് ഏറ്റവും കൂടുതൽ കഴിവുള്ള ആളുകൾ ഇന്ത്യയിലാണുള്ളത്. അപ്പം അത്തരത്തിൽ കഴിവുള്ള ആളുകളെ അക്കോമഡേറ്റ് ചെയ്യുന്ന രാജ്യങ്ങളാണ് ഇത്തരത്തിലുള്ള എല്ലാ വിദേശ രാജ്യങ്ങളും. അത് അമേരിക്ക ആണെങ്കിൽ പോലും കഴിവുള്ള ആളുകളെ അവർ അക്കോമഡേറ്റ് ചെയ്യുക, കഴിവില്ലാത്തവരെ എല്ലാം റിജക്ട് ചെയ്യും. ഇപ്പം എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വിദേശത്തേക്ക് പോയി പഠിക്കുക, അത് ഇവിടുത്തെ ഒരു നോർമൽ തിങ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഏതെങ്കിലും വിദേശ രാജ്യത്ത് പോകുക, അവിടെ സെറ്റിൽ ചെയ്യുക, ആ ഒറ്റ മനസ്സോടെയാണ് അവർ പോകുന്നത്. പക്ഷെ അവിടെ ചെന്നിട്ട് ഇപ്പോൾ പോയിട്ടുള്ളവർ പറയുന്ന അനുഭവമുണ്ട്. അവർ അത്രത്തോളം അവിടെ ചെന്ന് കഷ്ടപ്പെട്ടിട്ടാണ് ഈ പൈസയെല്ലാം ഉണ്ടാക്കുന്നത്. അവിടെ ചെന്നിട്ട് അവിടെയുള്ള ആളുകളുടെ വായിലിരിക്കുന്നതും കേട്ട് ഇത്രയും കഷ്ടപ്പെട്ട് ഉണ്ടാക്കുന്ന ഒരു സമയത്ത് നമ്മുടെ രാജ്യത്തുള്ള ഒരു ഭരണഘടനയോ മറ്റു കാര്യങ്ങളോ അല്ല അവിടെ ഉള്ളത്. അപ്പൊ നമ്മുടെ രാജ്യത്ത് നിന്ന് വരുന്ന ജനങ്ങളെ നമ്മൾ വിദേശീയരെ കാണുന്ന പോലെ ഒന്നും അല്ല കാണുന്നത്. നമ്മളിവിടെ ബംഗാളികളെ കാണത്തില്ലേ, അല്ലെങ്കിൽ പണി ചെയ്യാൻ വരുന്ന ബംഗാളികൾ, അവർക്ക് കൊടുക്കുന്ന ഒരു റെസ്പെക്ട് പോലും
അവിടെയുള്ള ആളുകൾക്ക്, ഇന്ത്യയിലുള്ള ആളുകൾക്ക് കൊടുക്കത്തില്ല. അതിന് പ്രധാന കാരണം എന്ന് പറയുന്നത് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞിരുന്നു, ഇത്രയും ആളുകൾ ഇന്ത്യയിൽ നിന്ന് പോയിട്ട് ഈ ഒരു സംസ്കാരം അവിടെ പോയി കാണിക്കുന്ന ഒരു രീതി. 10 പേര് കാണിക്കുമ്പോൾ സ്വാഭാവികമായും ബാക്കിയുള്ള ആളുകളെയും ആ ഒരു രീതിയിൽ മാത്രമാണ് അവിടെയുള്ള ജനങ്ങൾ നോക്കിക്കാണുന്നത്. അവൻ ഇന്ത്യക്കാരനാണ്, ഓക്കെ അവൻ ഇന്ത്യക്കാരനാണ്, ആ ഒരു രീതിയായിരിക്കും, ആ ഒരു സ്വഭാവമായിരിക്കും അവനുണ്ടാകുക എന്നുള്ളത് അവർ മുദ്ര കുത്തി കഴിഞ്ഞു എന്നുള്ളതാണ് ഈ ഒരു ചുരുങ്ങിയ കാലങ്ങൾക്കുള്ളിൽ തന്നെ. ഇത്രയും ജനങ്ങൾ അത്രത്തോളം അവിടെ പോകുമ്പോൾ ഈ ഒരു ജനങ്ങളുടെ സ്വഭാവം ഇതാണെന്നുള്ളത് അവർ അറിയുന്ന സാഹചര്യത്തിൽ സ്വാഭാവികമായും പിന്നീട് കാണുന്നവരെയും ആ ഒരു രീതിയിൽ വിലയിരുത്തും. നമുക്കറിയാം ഫ്ലൈറ്റിലൊക്കെ തന്നെയും ഇത്തരത്തിലുള്ള മോശമായ രീതിയിലുള്ള പെരുമാറ്റങ്ങളും യാത്രക്കാരുടെ ദേഹത്ത് മൂത്രം ഒഴിക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഇന്ത്യക്കാരൊക്കെ ചെയ്യുന്നത്. അങ്ങനെ ഒരു ഇന്റർവ്യൂവിൽ അദ്ദേഹം പറഞ്ഞതാണ്, ഇന്ത്യക്കാരെ സംബന്ധിച്ച് ഈ വിദേശികൾക്ക് പേടിയാണ് റൂം കൊടുക്കാൻ പോലും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ റൂം കൊടുക്കാൻ വേണ്ടി റൂം കൊടുത്തു കഴിഞ്ഞാൽ തിരിച്ചു പോകുമ്പോൾ അവിടെ കിടക്കുന്ന കമ്പിളിയും തോർത്തും പേസ്റ്റും ബ്രഷും ഉൾപ്പെടെ അവർ എല്ലാം എടുത്തുകൊണ്ട് പോകും. ചിലപ്പോൾ കട്ടിൽ ബാഗിൽ കൊണ്ടുപോകാൻ പറ്റാത്തതുകൊണ്ട് മാത്രമാണ് അത് എടുത്തുകൊണ്ട് പോകാത്തത്. അപ്പോൾ ഭക്ഷണം കഴിക്കാൻ ചെന്ന് കഴിഞ്ഞാലോ ഫ്രീ ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ വാരി വലിച്ച കഴിക്കും, എന്നിട്ട് ബാക്കിയെടുത്ത് ഫുഡ് എടുത്ത് ബാഗിൽ ഇട്ടുകൊണ്ട് പോകും. അത്തരത്തിലാണ് പലപ്പോഴും മലയാളികളുടെ പെരുമാറ്റം എന്ന് പറയുന്നത്. അപ്പം അവിടെ കൊടുക്കേണ്ട ഇപ്പം ഈ വിദേശ രാജ്യത്തുള്ള ആളുകൾ അവരെ ഫുഡിന് കൊടുക്കുന്ന റെസ്പെക്ട് ഉണ്ട്, അല്ലെങ്കിൽ അവരുടെ ഒരു ഫുഡ് കൾച്ചർ ഉണ്ട്. അപ്പോൾ അവിടെ ചെന്നിരുന്ന അവരുടെ ഒരു ടേബിൾ മാനേഴ്സ് അല്ലെങ്കിൽ സ്പൂൺ ഉപയോഗിച്ച് കഴിക്കുക, അങ്ങനെ കുറേ കാര്യങ്ങൾ അവർക്കുണ്ട്. അത് നമുക്ക് അഡോപ്റ്റ് ചെയ്യാൻ പോലും കഴിയാത്ത ആളുകളാണ് പലപ്പോഴും മലയാളികളായിട്ടുള്ള ആളുകൾ, അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്നും പോകുന്ന ആളുകൾ. ഇപ്പോൾ ഫുഡ് ആണെങ്കിൽ പോലും ഫ്രീ ഫുഡ് ആണെങ്കിൽ അവിടെ നിന്ന് കഴിച്ചതിന് ശേഷം ബാക്കിയെടുത്ത് ബാഗിൽ ഇട്ട് കൊണ്ടുപോകുന്ന അത്തരത്തിലുള്ള ഒത്തിരി സ്വഭാവം കാണിക്കുന്ന ആളുകളുണ്ട്. അതേപോലെ തന്നെ തെരുവോരങ്ങൾ കയ്യേറുന്നൊരു മാറിക്കൊണ്ടിരിക്കുകയാണ്. അതായത് വിദേശ രാജ്യങ്ങളിലെ ഓരോ തെരുവോരങ്ങളും ഇപ്പം നമ്മള് മലയാളികളെ കുറിച്ച് നമ്മൾ എപ്പോഴും അഭിമാനത്തോടെ പറയും, എവിടെ പോയി കഴിഞ്ഞാലും തൻ്റെതായിട്ടുള്ള സാമ്രാജ്യം കെട്ടിപ്പടുക്കുന്ന ആളുകളാണ് മലയാളികൾ. മറ്റുള്ള രാജ്യത്ത് പോയി അവരുടെ സ്വകാര്യതയെ അല്ലെങ്കിൽ അവരുടെ ആ ഒരു ജീവിത ശൈലിയെ നശിപ്പിച്ചുകൊണ്ടാവരുത് അവിടെ നമ്മുടെ പ്രസ്ഥാനം കെട്ടിപ്പടുത്തേണ്ടത്. അപ്പോൾ ഇവിടുന്ന് പോകുന്ന വിദ്യാർത്ഥികളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പലപ്പോഴും അവരൊരു കൂട്ടമായിട്ട് ചെന്നിട്ട് ഒരു ഇടം മൊത്തത്തിൽ കയ്യേറുന്ന ഒരവസ്ഥയാണ്. എന്നിട്ട് ബഹളവും മറ്റു കാര്യങ്ങളുമായിട്ട് അവരുടെ എൻജോയ്മെന്റും കാര്യങ്ങളായിട്ടൊക്കെ പോകും. പക്ഷെ അതേസമയം തന്നെ അവിടുത്തെ വിദേശരായിട്ടുള്ള ആളുകളുണ്ട്, അല്ലെങ്കിൽ അവിടെ ജീവിക്കുന്ന സിറ്റിസൺസ് ഉണ്ട്, അവർക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളുണ്ട്. ഇപ്പം കഴിഞ്ഞിടയ്ക്ക് തന്നെ വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങളായിരുന്നു അവിടെ നടന്നത്. ഇപ്പൊ കാനഡയിലാണെങ്കിലും മറ്റ് വിദേശ രാജ്യങ്ങളാണെങ്കിലും പലപ്പോഴും ഇത്തരത്തിലുള്ള പ്രക്ഷോഭങ്ങൾ, പ്രൊട്ടസ്റ്റുകൾ അവിടെ നടക്കുന്നുണ്ട്. അത് സാധാരണപ്പെട്ട ജനങ്ങളുടെയാണ് അവിടുത്തെ. കാരണം അവർക്ക് ജോലി ഇല്ലാതാകുന്ന ഒരു അവസ്ഥ വരുന്നു. അപ്പം കേരളത്തിൽ നാളെ തൊട്ട് മലയാളികൾക്ക് ആർക്കും ജോലിയില്ല. ആ ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കുമ്പോൾ കടകളിൽ പോലും ഇന്ന് ഒരുപാട് അന്യ സംസ്ഥാന തൊഴിലാളികൾ എല്ലാ കടയിലും ജോലി ചെയ്യുന്നുണ്ട്, പക്ഷെ മലയാളികളുണ്ട്. നാളെ തൊട്ട് ഒരു കടയിലും ഒരു മലയാളിയും കേട്ടാത്ത ഒരു അവസ്ഥയാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ. എല്ലായിടത്തും ഇപ്പം നാളെ ചർച്ച ചെയ്യാൻ പോലും നമ്മളിവിടെ സ്റ്റുഡിയോയിലേക്ക് വരുന്നു, ഇവിടെ മലയാളികൾ ഇന്ന് തൊട്ട് ചർച്ച ചെയ്യേണ്ട അന്യ സംസ്ഥാന തൊഴിലാളികളെ വെച്ച് ചർച്ച എടുക്കുകയാണെങ്കിൽ നമ്മുടെ ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കുക. അത്തരത്തിലേക്ക് മാറുമ്പോൾ സാധാരണപ്പെട്ട അപ്പം നമുക്കൊരു വിഷമം ഉണ്ടാകത്തില്ലേ, നമുക്കൊരു പ്രൊട്ടസ്റ്റ് ഉണ്ടാകത്തില്ലേ? നമ്മുടെ നാട്ടിലെ സർക്കാരിനോടാണെങ്കിലും മറ്റാരോടാണെങ്കിലും ഞങ്ങൾക്കുള്ള ജോലികൾ എവിടെ, മറ്റുള്ളവർ ഈ ജോലികൾ ചെയ്തു കഴിഞ്ഞാൽ ഞങ്ങൾ എന്ത് ജോലി ചെയ്യുമെന്നൊരു ചോദ്യം അവിടെ ബാക്കിയാണ്. അപ്പൊ അതേപോലെയാണ് വിദേശ രാജ്യത്തുള്ള ആളുകളുടെയും സംശയങ്ങളും അല്ലെങ്കിൽ അവരുടെ പ്രൊട്ടസ്റ്റും ആ രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം പല വാർത്തകളും നോക്കിക്കഴിഞ്ഞാൽ പരോക്ഷമായിട്ട് പരസ്യമായിട്ട് പറയത്തില്ല ഞങ്ങൾ ഇന്ത്യക്കാരെ ഇങ്ങോട്ട് വിളിക്കത്തില്ല എന്ന്, പക്ഷേ പരോക്ഷമായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പലപ്പോഴും ഈ വിസകളെല്ലാം റിജക്ട് ചെയ്യുന്ന ഒരു കാര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അത് മാത്രമല്ല ഒരുപാട് സ്കാമുകളാണ് ഈ വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നത്, തട്ടുപാട് നടത്തുന്നത്. ഈ ആളുകളോട് എത്ര പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാകാത്തൊരു സാഹചര്യമാണുള്ളത്. 20,000-വും 30,000-വും കൊടുത്തിട്ട് ഇപ്പം ഇവരെല്ലാം ഏജൻസികളെ വിളിക്കും, എന്നിട്ട് 1 വർഷവും 2 വർഷവും 10 വർഷവും ഒക്കെ ആയിട്ട് കാത്തിരിക്കുന്ന ആളുകളുണ്ട്. ഈ 10 വർഷമായിട്ട് കാത്തിരുന്നിട്ട് ഇവർക്ക് എന്തുകൊണ്ടാണ് ചിന്തിക്കാൻ കഴിയാത്തത്? ഇനി തങ്ങളെ വേണ്ട, തങ്ങളെ വിളിക്കത്തില്ല. ഇവർ ഈ ഏജൻസി 10 കൊല്ലം ഒക്കെ ഒരു വിശ്വാസത്തിന്റെ പുറത്ത് കാത്തിരിക്കാന്നൊന്ന് ആലോചിച്ച് നോക്കൂ. 3-4 ലക്ഷം രൂപ കൊടുത്തു കഴിഞ്ഞു, ഇനി 10 വർഷമായിട്ട് കാത്തിരിക്കുകയാണ്. വിസ ഇപ്പൊ കിട്ടും എന്ന് പറഞ്ഞ് കാത്തിരിക്കുന്ന ആളുകളാണ്. അതേപോലെ തന്നെ ചില ആളുകൾ 1 കൊല്ലം കഴിയുമ്പോഴത്തേക്ക് ഇവർക്ക് മനസ്സിലാവും ഇത് ഉടായ്പാണ്, സ്കാമാണ്. പൈസ ചെന്ന് ചോദിക്കാൻ ചെല്ലുമ്പോഴായിരിക്കും ഇവർ മനസ്സിലാക്കുന്നത് ഇങ്ങനെ ഏജൻസി ഇല്ല എന്ന്, അല്ലെങ്കിൽ ആ ഏജൻസി കാണാൻ പോലും കഴിയില്ല. ഒന്നാലോചിക്കുക. അതായത് ഇവര് വിളിക്കുന്ന സമയത്ത് എല്ലാം എൻഗേജ്ഡ് ആയിരിക്കും. ഇപ്പം ഇവര് പറയാം അടുത്ത മാസം വിളിക്കും, അടുത്ത മാസം ഈ സമയത്ത് വിളിക്കും, ഇങ്ങനെ ആയിരിക്കും അവർ ഡേറ്റ് കൊടുക്കുന്നത്. അപ്പൊ ആ സമയത്ത് 1 മാസത്തെ ഗ്യാപ്പിൽ ഇവർ വിളിക്കാൻ ശ്രമിക്കുമ്പോഴത്തേക്ക് ആ ഏജൻസി പൂട്ടിപ്പോയിട്ടുണ്ടാകും. അപ്പം ബാംഗ്ലൂര്, കൊച്ചി, അപ്പം ദൂര സ്ഥലങ്ങളിലേക്കൊക്കെ ഏജൻസികളെ വിളിച്ച് പോകുന്ന ആളുകൾ പലപ്പോഴും സൂക്ഷിക്കുക. ഇത്തരത്തിലുള്ള ഒരുപാട് തട്ടിപ്പുകളുണ്ട്. കാരണം ദിനം പ്രതി ഇത്തരത്തിലുള്ള ഒരുപാട് ഓഫീസുകൾ നമ്മുടെ കേരളത്തിലാണെങ്കിലും ഇന്ത്യയിലാണെങ്കിലും തുടങ്ങുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം പലപ്പോഴും ഫേക്കിലാണ് അവസാനിക്കുന്നത്. അപ്പം ആളുകൾ പറയും അവിടേക്ക് വർക്കേഴ്സിന് ആവശ്യമുണ്ട്, തോട്ടത്തിൽ ആപ്പിൾ പറിക്കാൻ ആളെ ആവശ്യമുണ്ട്, നിങ്ങളുടെ CV അയച്ചു തരികയാണെങ്കിൽ നമുക്ക് ഉടനെ തന്നെ നിങ്ങളെ റിക്രൂട്ട് ചെയ്യാന്ന് പറഞ്ഞിട്ട് അവർ CV അയച്ചു കൊടുക്കും.
പിന്നീട് കാത്തിരിക്കും. അവര് നാട്ടുകാരോട് പറയും അത്യാവശ്യം കുഴപ്പമില്ല, ഇപ്പൊ വീട്ടുകാരോടാണെങ്കിലും പറയാം അത്യാവശ്യം കുഴപ്പമില്ലാത്ത ജോലിയാണ്. ഇപ്പൊ ഇവര് പറഞ്ഞ് അത്രത്തോളം കൺവിൻസ് ചെയ്യിക്കുക. അപ്പം ഇത്തരത്തിലുള്ള വിദേശത്തേക്ക് ആളുകളെ കയറ്റി വിടുന്ന സ്ഥാപനങ്ങളെ കുറിച്ച് അന്വേഷിച്ചു മാത്രം പൈസ കൊടുക്കുക. പലപ്പോഴും വിസ തട്ടിപ്പിൽ വരുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? അവിടേക്ക് പോകാനുള്ള വിസ ആയിരിക്കും, ജോബ് വിസ കാണത്തില്ല. അപ്പൊ അവര് പറയും ഇല്ല നിങ്ങൾ പോയാൽ മതി, അവിടെ ജോലിയുണ്ട് എല്ലാം ഉണ്ടെന്ന് പറയും. പക്ഷെ അത് ഇല്ലീഗലാണ്. അങ്ങനെയുള്ള ആളുകളെ എല്ലാം തിരിച്ചയക്കുന്ന ഒരു അവസ്ഥയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇവർ കൊടുക്കുന്ന വിസ എന്ന് പറയുന്നത് ടൂറിസ്റ്റ് വിസ ആയിരിക്കും, 3 മാസത്തേക്കിനായിരിക്കും അല്ലെങ്കിൽ 1 മാസത്തേക്കിനായിരിക്കും. നമ്മൾ ഇത് ചെന്നിട്ട് നമ്മള് ഇതുമായി അവിടെ ചെന്ന് കഴിഞ്ഞ് പിന്നീട് ജോലി ഇല്ലാതെ നിൽക്കുന്ന അവസ്ഥയല്ല. ഈ വിദേശത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് എയർപോർട്ടിൽ കാത്തു നിൽക്കുന്നത്, അതായത് എയർപോർട്ടിൽ ചെന്ന് നിന്ന് അവരോട് ചോദിക്കുന്ന സമയത്തായിരിക്കും അവർ പറഞ്ഞത് ഇത് 3 മാസത്തേക്കുള്ള ടൂറിസ്റ്റ് വിസയാണ് എന്ന് പറഞ്ഞവർക്ക് മനസ്സിലാക്കി കൊടുക്കുന്നത്. അപ്പോഴാണ് ഇതിന്റെ അബദ്ധം മനസ്സിലാക്കുന്നത്. അപ്പൊ എയർപോർട്ടിൽ നിന്നുകൊണ്ട് ഇവരെ വിളിക്കാൻ പറ്റത്തുള്ളൂ, നിങ്ങൾ എന്ത് പണിയാണ് കാണിച്ചാൽ ടൂറിസ്റ്റ് വിസയാണോ തരുന്നതെന്ന്. അപ്പൊ തരുന്ന വിസകൾ ഏതാണ് എന്ന് കൃത്യമായിട്ട് പഠിക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടാകണം. ചിലപ്പോൾ നിങ്ങൾ പൈസ കൊടുത്തു കാണും, ഇപ്പൊ 20,000 രൂപ കൊടുത്താണ്, 10,000 രൂപ കാണത്തുള്ളൂ ആ വിസയ്ക്ക്. അപ്പൊ ആ 10,000 രൂപ എത്രത്തോളം സ്കാമുകൾ അവിടെ നടക്കുന്നുണ്ട്. അപ്പം ഇതെല്ലാം അന്വേഷിച്ച് വേണം പലപ്പോഴും പോകാൻ. കാരണം ഒരുപാട് തട്ടിപ്പുകൾ, ഇപ്പം എന്റെ അറിവിൽ തന്നെ ഒരുപാടുള്ള സുഹൃത്തുക്കളുണ്ട്, അവർക്കെല്ലാം ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള വിഷയങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ദിനംപ്രതി നടന്നുകൊണ്ടിരിക്കുകയാണ്. 4-5 ലക്ഷം രൂപ കൊടുക്കുന്നതിന് മുമ്പിട്ട് നിങ്ങൾ അതിനെപ്പറ്റി അന്വേഷിക്കുക. അത്തരത്തിൽ പൈസ കൊടുത്തു പോകുന്ന സ്കീമുകൾ ചെന്ന് ചാടുന്നതിന് മുമ്പിട്ട് 2 വട്ടം അല്ലെങ്കിൽ ഇതുമായി അറിയാവുന്ന ആരെങ്കിലും, ഇപ്പൊ പലപ്പോഴും മലയാളികൾക്ക് മടിയാണ്, ഇനി ഞാൻ വിദേശത്ത് പോയി കഴിഞ്ഞാൽ മറ്റവൻ ഇഷ്ടപ്പെടുവോ, അല്ലെങ്കിൽ അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പോവാതിരിക്കാൻ വേണ്ടി എന്തെങ്കിലും ദോഷം ചെയ്യുമോ, അത്തരത്തിലുള്ള ചിന്താഗതികളൊക്കെ മാറ്റുക. കാരണം ഇന്നത്തെ കാലം എന്ന് പറയുന്നത് അത്രത്തോളം തട്ടിപ്പുള്ളതാണ്. അപ്പൊ അറിവുള്ള ആളുകളുമായിട്ട് ചോദിച്ച് മനസ്സിലാക്കി ഇവരെ കാണാൻ പോകുന്ന സമയത്താണെങ്കിൽ പോലും അത്രത്തോളം അറിവുള്ള ആളുകളെ കൊണ്ടുപോവുക. ഇപ്പൊ ഏജൻസിയുമായി സംസാരിക്കുമ്പോൾ തന്നെ ഇത് സ്കാം ആണോ അല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് അപ്പൊ നമുക്ക് അതുമായി സംസാരിക്കാനുള്ള ഒരു കേപ്പബിലിറ്റി ഇല്ലെങ്കിൽ അറിവുള്ള ആളുകളെ കൊണ്ട് വിളിച്ച് ചോദിച്ചതിന് ശേഷം മാത്രം ഇത്തരത്തിലുള്ള സ്കാമുകളിൽ പോയി പെടുക. കാരണം കാലം വല്ലാത്തതാണ്. ഇപ്പൊ അതേപോലെ തന്നെ മൈഗ്രേഷൻ ഒന്നിനൊരു പരിഹാരമല്ല. ഇവിടെ നല്ല ജോലികൾ കിട്ടുകയാണെങ്കിൽ അത് തന്നെയാണ് ഏറ്റവും നല്ല സുന്ദരമായിട്ടുള്ള നിമിഷങ്ങൾ.